നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് ഡേറ്റ് ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. വേനലവധിക്ക് വിരാമം. കളിച്ചിരികളും കുസൃതികളുമായി വിദ്യാലയമുറ്റങ്ങൾ വീണ്ടും സജീവമായി. പ്രവേശനോത്സവം ഒരുക്കി സ്കൂളുകൾ. ലോക പുകയില വിരുദ്ധ ദിനം. മൂവാറ്റുപുഴയിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. പുതിയ അധ്യയന വർഷത്തെ വരവേറ്റ് മൂവാറ്റുപുഴ തർബീയത്ത് ട്രസ്റ്റ് വൊക്കേഷണൽ സ്കൂൾ PTA പ്രസിഡന്റ് അബു മുണ്ടാട്ട ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ നഗരസഭ ബഡ് സ്കൂളിന് പുതിയ പേര്. നടപടി ഉടനെന്ന് നഗരസഭ ചെയർപേഴ്സൺ. വിപുലമായ കാര്യപരിപാടികളോടെ സ്കൂളിൽ പ്രവേശനോത്സവം ഒരുക്കി. പരീക്ഷകളിൽ ഉന്നത വിജയം. വിദ്യാർത്ഥികളെ ആദരിച്ച് കിഴക്കേക്കര നവയുഗം ക്ലബ്ബ്. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK അഷറഫ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. 2 മാസത്തെ നീണ്ട വേനലവധിക്ക് വിരാമം. കളിച്ചിരികളും കുസൃതികളുമായി വിദ്യാലയമുറ്റങ്ങൾ വീണ്ടും സജീവമായി. 1ാം ക്ലാസ്സിലേക്ക് എത്തിയ കുരുന്നുകളെ വരവേൽക്കുന്നതിനായി മൂവാറ്റുപുഴ നഗരത്തിലെ സ്കൂളുകളിൽ വിപുലമായ പ്രവേശനോത്സവമാണ് ഒരുക്കിയത്. രണ്ടു മാസത്തെ നീണ്ട വേനലവധിക്ക് ശേഷം സ്കൂളുകൾ ഇന്ന് വീണ്ടും തുറന്നു. അക്ഷരമുറ്റങ്ങളിലേക്ക് തിരിച്ചെത്തിയ കുട്ടികളുടെ കളികളും ചിരികളുമായി വിദ്യാലയങ്ങൾ വീണ്ടും സജീവമായിരിക്കുകയാണ്. ദീർഘനാളത്തെ അവധിക്കാലത്തിന് ശേഷം എത്തിയ കുട്ടികളിൽ ചിലർ കൂട്ടുകാരെ കണ്ട സന്തോഷത്തിൽ കളിച്ചിരികളുമായി ഓടി നടന്നപ്പോൾ അമ്മമാരുടെ കൈവിടാതെ കരയുന്ന കുരുന്നുകളും വിദ്യാലയങ്ങളിലെ പതിവ് കാഴ്ചയായി. വിദ്യാഭ്യാസത്തിന്റെ ആദ്യപടിയായി 1ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന കുരുന്നുകളെ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് സ്വാഗതം ചെയ്യുന്നതിനായി മൂവാറ്റുപുഴയിൽ വിപുലമായ ക്രമീകരണങ്ങളാണ് സ്കൂൾ അധികൃതർ ഒരുക്കിയിരുന്നത്. വർണ്ണാഭമായ ബലൂണുകളും തോരണങ്ങളും മിഠായികളും സമ്മാനങ്ങളുമായിട്ടാണ് അധ്യാപകരും മുതിർന്ന വിദ്യാർത്ഥികളും ചേർന്ന് പുതിയ കൂട്ടുകാരെ സ്വീകരിച്ചത്. കുട്ടികളുടെ ഉള്ളിലെ സ്കൂൾ ഭയം മാറ്റി പഠനം ഒരു ഉത്സവമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വർഷത്തെയും പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് മൂവാറ്റുപുഴയിൽ ഇത്തവണത്തെ പ്രവേശനോത്സവ ചടങ്ങുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് വിമുക്തവും പരിസ്ഥിതി സൗഹൃദവുമായ അന്തരീക്ഷത്തിലാണ് കുട്ടികളെ വരവേറ്റത്. വാഹനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും പരിശോധനയും അറ്റകുറ്റപ്പണികളും നടത്തി മികച്ച പഠനാന്തരീക്ഷമാണ് സ്കൂളുകളും വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയത്. ജില്ലാതല പ്രവേശനോത്സവം മൂവാറ്റുപുഴ പേഴക്കാപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ദിവസങ്ങളായി തുടർന്ന മഴ മാറി കാലാവസ്ഥ തെളിഞ്ഞത് വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവത്തിന് അനുകൂലമായി. ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് മൂവാറ്റുപുഴയിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ എക്സൈസ് സർക്കിൾ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ 2 റാഫ ഫുട്ബോൾ അക്കാദമിയുമായി ചേർന്ന് സംഘടിപ്പിച്ച ഫുട്ബോൾ മത്സരത്തിൽ റാഫ C ടീം വിജയികളായി. ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് മൂവാറ്റുപുഴയിൽ വിപുലമായ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ എക്സൈസ് സർക്കിൾ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ 2 റാഫ ഫുട്ബോൾ അക്കാദമിയുമായി ചേർന്നാണ് ലഹരിവിരുദ്ധ സന്ദേശയാത്രയും ബോധവൽക്കരണ ക്ലാസും ഫുട്ബോൾ മത്സരവും നടത്തിയത്. മൂവാറ്റുപുഴ 2 കവലയിലേക്ക് നടത്തിയ പുകയില വിരുദ്ധ സന്ദേശയാത്ര ആവോലി പഞ്ചായത്ത് പ്രസിഡന്റ് ജോജി K ജോസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ലഹരിക്കെതിരെ കായിക രംഗത്തെയും യുവതലമുറയും അണിനിരത്തിക്കൊണ്ടാണ് പരിപാടി ഒരുക്കിയിരിക്കുന്നത്. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജോജി K ജോസ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സഹീറ മജീദ്, വാർഡ് മെമ്പർമാരായ ഷിജിന മൻസൂർ, ഫെമിന അഷറഫ്, സൗമ്യ ജോൺ എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ പങ്കെടുത്ത 200ഓളം പേർ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുത്തു. നാളത്തെ പൗരന്മാരാവേണ്ട വിദ്യാർത്ഥികളും യുവജനങ്ങളും ലഹരിയുടെ കരാളഹസ്തങ്ങളിൽ അകപ്പെടാതെ അവരെ സംരക്ഷിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ എടുക്കുന്നു. നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങൾ സൂക്ഷിക്കുകയോ ഉപയോഗിക്കുകയോ. വിമുക്തി മെന്റർ KS ഇബ്രാഹിം ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. എൻ്റെ നാട്ടിലെ ഒരു കുഞ്ഞുങ്ങളും ഈ ചതുപ്പിൽ വീണ് തകർന്നു പോകില്ല, ഒരു കുടുംബവും നശിച്ചു പോകില്ല, ചികിത്സയ്ക്ക് പണമില്ലാതെ കൈനീട്ടി നടക്കേണ്ടി വരില്ല എന്ന് തീരുമാനിക്കാൻ ഓരോ പൗരനും, അതുപോലെ ഗ്രാമപഞ്ചായത്തിലെ ഓരോ വ്യക്തിയും തീരുമാനമെടുത്താലാണ് ഇതിനെ നമുക്ക് പണ്ട് സാക്ഷരത നേടിയതുപോലെ കാലം പോയത് പോകട്ടെ, ആണോ പെണ്ണോ ആകട്ടെ, ആകുന്ന എത്ര പഠിച്ചാട്ടെ എന്ന് പറഞ്ഞ് സമ്പൂർണ്ണ സാക്ഷരത നേടാൻ ഓരോ പൗരനും
ഓരോ അക്ഷരം അറിയുന്നവരും ഇറങ്ങി തിരിച്ചതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താൻ, ഈ വരുന്ന തലമുറയെ ഈ ലഹരിയുടെ ചതുപ്പിൽ നിന്ന് കരകയറ്റാൻ നാട്ടിലെ മുഴുവൻ ആളുകളും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കൂടെ ചേർന്ന് പ്രവർത്തിച്ചാൽ. ദിനാചരണത്തിന്റെ ഭാഗമായി റാഫ ഫുട്ബോൾ അക്കാദമിയിലെ കുട്ടികൾക്കായി സംഘടിപ്പിച്ച ഫുട്ബോൾ മത്സരം കാണികളിൽ ആവേശം നിറച്ചു. റാഫ സി ടീം 1ാം സ്ഥാനവും റാഫ എ ടീം 2ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികൾക്ക് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ടി അജയ് കുമാർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. പുതിയ അധ്യയന വർഷത്തെ വരവേറ്റ് മൂവാറ്റുപുഴ തർബിയത്ത് ട്രസ്റ്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് അബു മുണ്ടാട്ട് ഉദ്ഘാടനം ചെയ്തു. പുതിയ അധ്യയന വർഷത്തെ വരവേറ്റുകൊണ്ട് മൂവാറ്റുപുഴ തർബിയത്ത് ട്രസ്റ്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. അധ്യാപകരും രക്ഷിതാക്കളും ജനപ്രതിനിധികളും ഒത്തുചേർന്ന് നവാഗതരായ വിദ്യാർത്ഥികൾക്ക് ആവേശജനമായ സ്വീകരണമാണ് ഒരുക്കിയത്. സ്കൂൾ PTA പ്രസിഡന്റ് അബു മുണ്ടാട്ട് ഉദ്ഘാടനം ചെയ്തു. നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകര് നമ്മുടെ മക്കളെ രണ്ടാമത് പഠിപ്പിക്കുമ്പോൾ നമുക്ക് അധ്യാപകരുമായിട്ട് ഒരുപാട് ബന്ധപ്പെടാൻ എളുപ്പമുണ്ട്. അപ്പൊ ഈ പബ്ലിക് സ്കൂളുകളിലൊക്കെ പഠിച്ച കുട്ടികളുണ്ട് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അവരുടെ പബ്ലിക് സ്കൂളിൽ എങ്ങനെയാണോ നിങ്ങളും ടീച്ചേഴ്സുമായി ഇടപെട്ടത്, അതേ രീതിയിൽ തന്നെ ഒട്ടും പുറകോട്ട് പോകാതെ കണ്ട് ഇവിടുത്തെ അധ്യാപകരുമായി ദൈനംദിനം ബന്ധപ്പെട്ട് നമ്മുടെ കുട്ടികളുടെ കഴിവുകയും അധ്യാപകരുമായി പങ്കുവെച്ച് എന്തൊക്കെയാണോ നമ്മുടെ കുട്ടികൾക്ക് ചെയ്യാൻ കഴിയുന്നത് എന്ന് നമ്മൾ തന്നെ നമ്മുടെ അധ്യാപകരുമായി ബന്ധപ്പെട്ട് അവരോട് പറഞ്ഞാൽ ഒരുപക്ഷെ ഈ സ്കൂളുകളിൽ പഠിക്കാൻ നമുക്ക് നിയോഗം കിട്ടിയതുപോലെ നമ്മൾ എത്രമാത്രം പഠിച്ചോ അതിനേക്കാൾ ഉപരി പഠിക്കാനുള്ള സാഹചര്യം ഇന്ന് ഈ സ്കൂളിൽ ഉണ്ട്. ചടങ്ങിൽ ഡിജിറ്റൽ ദുരുപയോഗത്തിനെതിരെ ഹെഡ്മിസ്ട്രസ് കുട്ടികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സൈബർ ബുള്ളിയിങ്, വ്യാജ വാർത്തകൾ, മോശം ഉള്ളടക്കങ്ങൾ എന്നിവയെ ഞാൻ നിരുത്സാഹപ്പെടുത്തും. സോഷ്യൽ മീഡിയയിലും ഓൺലൈനിലും മറ്റുള്ളവരെ ഞാൻ മാനിക്കുകയും സൈബർ നിയമങ്ങൾ പാലിക്കുകയും ചെയ്യും. പ്രവേശനോത്സവത്തിന് മാറ്റുകൂട്ടി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച അറബിക് ഗ്രൂപ്പ് സോങ്ങും അരങ്ങേറി. SSLC പരീക്ഷകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ മൊമെന്റോ വിതരണം നടന്നു. മികച്ച അധ്യാപകരാണ് സ്കൂളിലുള്ളതെന്നും കുട്ടികൾക്ക് ആവശ്യമായ മികച്ച ലൈബ്രറി, ലാബ് മുതലായ സൗകര്യങ്ങളുമാണ് സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നതെന്നും മാനേജർ TS അമീർ പറഞ്ഞു. ഈ വർഷത്തെ പ്രവേശനോത്സവം നമ്മൾ വളരെ ഭംഗിയായിട്ട് നടക്കുകയാണ്. കുട്ടികൾക്ക് ആവശ്യമായ ലൈബ്രറി, അതുപോലെ തന്നെ നമ്മളുടെ ലാബ്, പിന്നെ മറ്റ് ഭൗതിക സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. പ്രഗത്ഭരായ അധ്യാപകരുണ്ട്. നല്ല കഴിഞ്ഞ വർഷം 100% വിജയത്തിൽ കുട്ടികൾ ചോദിച്ചു. കഴിഞ്ഞ വർഷങ്ങളായി 100% വിജയം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സെക്ഷനിൽ നമുക്ക് 10-25ഓളം A+കളുണ്ട്. VHC സെക്ഷനിൽ തന്നെ A+കളുണ്ട്. അവിടെ 100% വിജയമുള്ള കോഴ്സുകളുണ്ട്. ഈ ജയത്തിനാഥനാണ് തുറന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കഴിവുറ്റ അധ്യാപകരും അതുപോലെ തന്നെ മറ്റ് പ്രാഥമിക ഭൗതിക സൗകര്യങ്ങളുള്ള ഈ സ്കൂൾ ദിനം പ്രതി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂൾ മാനേജർ TS അമീർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഹെഡ്മിസ്ട്രസ് ജിജോ ജോസഫ്, മുൻ ഹെഡ്മാസ്റ്റർ സോണി മാത്യു, HSS പ്രിൻസിപ്പൽ ശ്യാംജി നായർ, VHSE പ്രിൻസിപ്പൽ ജൂലി ഇട്ടിയേക്കാട്ട് എന്നിവർ പ്രസംഗിച്ചു. പ്രവേശനോത്സവത്തിൽ ചിരിയുടെ മാലപ്പടക്കം കൊളുത്തി സാജു നവോദയ. ഈ വർഷം വീട്ടൂർ എബനേസർ സ്കൂളിലേക്ക് എത്തിയത് 400ഓളം നവാഗതർ. വീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ വർഷത്തെ പ്രവേശനോത്സവം ചിരിയും ചിന്തയുമായി നവാഗതർക്കും രക്ഷകർത്താക്കൾക്കും വേറിട്ടൊരു അനുഭവമായി മാറി. പ്രശസ്ത സിനിമ, ടെലിവിഷൻ ഹാസ്യ നടൻ സാജു നവോദയ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഒരു മെഴുകുകട്ടയാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നത്. അത് ഏതെല്ലാം രൂപത്തിൽ, ഏതെല്ലാം രീതിയിൽ മോൾഡ് ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചു തരുന്നത്, അവസാനം അതിനൊരു രൂപമുണ്ടാക്കി നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത് ഇവിടുത്തെ ടീച്ചേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട്
നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും ഇവിടുത്തെ ടീച്ചേഴ്സ് ഉണ്ടാവണം. ഇവിടുത്തെ എന്നല്ല, നമ്മൾ മക്കൾ പഠിക്കുന്ന എല്ലാ സ്കൂളുകളിലും ടീച്ചേഴ്സ് നമ്മളെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം. ജീവിതത്തിൽ നമ്മൾ ഒരു ദിവസത്തിൽ വളരെ ചുരുക്കം നിമിഷം മാത്രമേ കുട്ടികൾ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. ആ ഉണ്ടാകുന്ന സമയത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് മാത്രം മക്കൾ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. അത്രയും സമയം നമ്മുടെ മക്കളെ നോക്കുന്നതും അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതും ഭാവിയിൽ അവരെന്താവണമെന്നും എങ്ങോട്ട് അവർ സഞ്ചരിക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ ടീച്ചേഴ്സാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് എപ്പോഴും പ്രാർത്ഥന ഉണ്ടാവണം. ഷാജു നവോദയ വേദിയിൽ അവതരിപ്പിച്ച കൗതുക മത്സരങ്ങളും ഹാസ്യ അനുകരണങ്ങളും സദസ്സിൽ ചിരിയുടെ മാലപ്പടക്കം കൊളുത്തി. നാനൂറോളം പുതിയ വിദ്യാർത്ഥികളാണ് ഈ അധ്യയന വർഷം എബനേസറിന്റെ അക്ഷരമുറ്റത്തേക്ക് എത്തിയത്. സ്കൂൾ മാനേജർ കമാൻഡർ CK ഷാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫാദർ ജോർജ് മാന്തോട്ടം കോർ എപ്പിസ്കോപ്പ അനുഗ്രഹ പ്രഭാഷണം നടത്തി. വാർഡ് മെമ്പർ കലാ റെജി, PTA പ്രസിഡന്റ് NM നാസർ, MPTA പ്രസിഡന്റ് രേവതി കണ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. പ്രിൻസിപ്പൽ ബിജുകുമാർ, പ്രധാന അധ്യാപിക ജിമോൾ K ജോർജ്, സീനിയർ അധ്യാപിക ബിൻസി ചെറിയാൻ, വിദ്യാർത്ഥി പ്രതിനിധി ടിയാന ചാൾസ് എന്നിവർ പ്രസംഗിച്ചു. പ്രവേശനോത്സവ ഗാനത്തിന്റെ മനോഹരമായ ദൃശ്യാവിഷ്കാരത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും മധുര വിതരണവും നടത്തി. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ച് കിഴക്കേക്കര നവയുഗം ക്ലബ്ബ്. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK അഷറഫ് ഉദ്ഘാടനം ചെയ്തു. CPI കിഴക്കേക്കര ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന നവയുഗം കിഴക്കേക്കര ക്ലബിന്റെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് ആദരവും പഠനോപകരണ വിതരണവും നടത്തി. കിഴക്കേക്കര മണിയംകുളം കവലയിൽ നടത്തിയ അനുമോദന യോഗം CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK അഷറഫ് ഉദ്ഘാടനം ചെയ്തു. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ എന്താണോ നടക്കുന്നത്, ആ ക്യാമ്പയിന്റെ മുമ്പിൽ അതിന്റെ പതാകയുമായി മോളുണ്ടാകണം. എന്റെ ഒറ്റ അഭ്യർത്ഥന മോളേ ഉള്ളൂ. ആ വിദ്യാലയത്തിലെ കുട്ടികളെ രക്ഷിക്കാൻ, ആ കുട്ടികളെ ഒന്ന് വളർത്താൻ, തെറ്റായ വഴിയിൽ നിന്ന് കുട്ടിയെ പിന്തിരിപ്പിക്കാൻ, നല്ല കൂട്ടുകാരികളായി വളർത്താൻ, നല്ല വിദ്യാഭ്യാസമുള്ളവരായി വളരാൻ, ഭാവി തലമുറയെ സമ്പന്നമാക്കിയെടുക്കാൻ മോള് ചെയ്യേണ്ട വിദ്യാഭ്യാസ കാലഘട്ടത്തിനകത്ത് മോള് ചെയ്യേണ്ട വിദ്യാഭ്യാസത്തോടൊപ്പം മോള് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ഈ മയക്കുമരുന്ന് സംഘത്തിൽ നിന്ന്, അത്തരം പ്രവൃത്തിയിൽ നിന്ന് കുട്ടികളെ അകറ്റാൻ, ആ കുട്ടികളെ മാറ്റി നിർത്താൻ, അതിന്റെ പട പൊരുതാൻ, അതിന്റെ മുമ്പിൽ നിൽക്കാൻ, അതിന്റെ ക്യാമ്പയിന്റെ മുമ്പിൽ നിൽക്കാൻ, അതിന്റെ പ്രചരണത്തിന് മുമ്പിൽ നിൽക്കാൻ, കുട്ടികളോട് പ്രചരിപ്പിക്കാൻ അതിനാവശ്യമായ ക്യാമ്പയിനിൽ മോള് നിൽക്കണം എന്ന അടവ് മാത്രമേ എനിക്ക് എന്റെ മകളോട് പറഞ്ഞു കൊടുക്കാൻ കഴിയൂ. ഉന്നത വിജയം നേടിയവർക്കുള്ള ഉപകാരം CPI ജില്ലാ സെക്രട്ടറി N അരുണും പഠനോപകരണങ്ങളുടെ വിതരണം പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KN നവാസും നിർവഹിച്ചു. നവയുഗം രക്ഷാധികാരി അസീസ് തെങ്ങുന്തോട്ടം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ, മുനിസിപ്പൽ കൗൺസിലർ അനസ് T അലിയാർ, മുൻ പഞ്ചായത്ത് മെമ്പർ ശ്രീനി വേണു, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അലി കുഞ്ഞ്, EM ഇബ്രാഹിം കരീം, TS ബിബിൻ, ഖലീൽ ചെറുപ്പാടി, അൻസൽ അമീർ, സുഖേൽ ചെറുപ്പാടി, അയ്യൂബ് കുന്നുമേക്കുടി എന്നിവർ പ്രസംഗിച്ചു. ബാബു കടിക്കുളം, ഹലീൽ കുന്നുമേക്കുടി, MA വാസു, ദിനേശ്, ആഷിം മാമ്പഴക്കര, ഷമീർ പാറപ്പാട്ട്, മുഹമ്മദ് കുട്ടി ചെറുപ്പാടി എന്നിവർ നേതൃത്വം നൽകി. അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. ജില്ലാതല പ്രവേശനോത്സവം പേഴിക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ഭക്ഷ്യ സിവിൽ വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കുന്നതിനായുള്ള ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം പേഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. പ്രദേശത്തെ സ്കൂളുകളിൽ ഒരുക്കിയിട്ടുള്ള മികച്ച സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി വിദ്യാർത്ഥികൾ കൂടുതൽ മികവിലേക്ക് ഉയരണമെന്നും രാജ്യത്ത് പഠിക്കാൻ അവസരം നിഷേധിക്കപ്പെട്ട ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുണ്ടെന്നും അവരിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ നാട്ടിൽ മികച്ച വിദ്യാഭ്യാസ സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. യുദ്ധഭീതിയിൽ നിൽക്കുന്ന രാജ്യങ്ങൾ, പലതരത്തിൽ അരക്ഷിതാവസ്ഥയിൽ നിൽക്കുന്ന രാജ്യങ്ങൾ, നമ്മുടെ രാജ്യത്ത് തന്നെ വിവിധ സ്റ്റേറ്റുകളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പഠിക്കാനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ. എന്നാൽ ഇന്ന് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ രക്ഷിതാക്കൾ, നിങ്ങളുടെ പ്രദേശത്തിലെ ബന്ധപ്പെട്ട സ്കൂളുകളൊക്കെ നിങ്ങൾക്ക് സൗകര്യങ്ങൾ ഒരുക്കുകയാണ്.
അപ്പോൾ കിട്ടിയ നല്ല അവസരങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച്. അത് ഏറ്റവും നന്നായി വിനിയോഗിക്കാൻ കഴിയണം. ഏറ്റവും നന്നായി വിനിയോഗിക്കുക എന്നുള്ളത് നന്നായി പഠിക്കുക, നന്നായി പഠിച്ച് നിങ്ങൾ അർപ്പിതമായ ഉത്തരവാദിത്വം ചെയ്യുക. നാളെ ജീവിതത്തിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മുന്നേറാൻ കഴിയുന്ന ഒരു അടിത്തറ പാകുക എന്നതാണ് ഈ സന്ദർഭത്തിൽ നിങ്ങൾ ചെയ്യാനുള്ളത്. നാളെ നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട നിലയിൽ വരാമായിരുന്നല്ലോ എന്നൊരു ചിന്ത നിങ്ങളിലേക്ക് വന്നാൽ അത് ഏറ്റവും ഒരു മോശമായ സാഹചര്യമായിരിക്കും. ജീവിതത്തിലെ ഏറ്റവും ക്ലേശകരമായ അവസ്ഥകളിലൊന്ന് റിഗ്രറ്റ്സ് ആണ്. ഇന്നലെ എനിക്ക് അങ്ങനെ ചെയ്യാമായിരുന്നല്ലോ, കഴിഞ്ഞില്ലല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് കടന്നു വരുന്ന അവസ്ഥ ഉണ്ടാവാതിരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സുവർണ അവസരങ്ങൾ ഏറ്റവും നന്നായി ഉപയോഗിക്കുക, നന്നായി പഠിക്കുക. വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. കുട്ടികളെന്ന നിലയിൽ നിങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ, ഇന്നത്തെ ടെക്നോളജിയുടെ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ കൈകളിൽ എത്തിയിരിക്കുകയാണ്. മന്ത്രി അനൂപ് ജേക്കബ്, മാത്യു കുഴൽനാടൻ MLA എന്നിവർ ചേർന്ന് പ്രവേശനോത്സവ സപ്ലിമെന്റ് പ്രകാശനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നെജി ഷാനവാസ്, പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് അസീസ് എന്നിവർ ചേർന്ന് നവാഗതരായ കുട്ടികളെ സ്വീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ മാത്യൂസ് വർക്കി പ്രതിഭകളെ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഖ മക്കാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ജോയ്, പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജൂബി A ബഷീർ, വാർഡ് മെമ്പർ സ്മിത ദിലീപ് എന്നിവർ ചേർന്ന് സ്കോളർഷിപ്പ് വിജയികളെ ആദരിച്ചു. വിദ്യാഭ്യാസ ഉപഡയറക്ടർ സുബിൻ പോൾ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. SSK ജില്ലാ പ്രോജക്ട് ഓഫീസർ ജോസഫ് വർഗീസ് M പ്രവേശനോത്സവ സന്ദേശം നൽകി. ഡയറ്റ് പ്രിൻസിപ്പൽ ദീപ GS സൈബർ സുരക്ഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. DO ജയശ്രീ VT ശുചിത്വ മിഷൻ തയ്യാറാക്കിയ നെയിം സ്ലിപ്പുകൾ വിതരണം ചെയ്തു. മാത്യു കുഴൽനാടൻ MLA അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. DPC അനുപമ EH, SPC റൂറൽ SM അഷറഫ്, പ്രിൻസിപ്പൽ TB സന്തോഷ്, ഹെഡ്മിസ്ട്രസ് സബീന A, PTA പ്രസിഡന്റ് ഫൈസൽ മുണ്ടങ്ങാമറ്റം, SMC ചെയർമാൻ നാസർ KN എന്നിവർ പ്രസംഗിച്ചു. അധ്യാപക സംഘടനാ നേതാക്കൾ, PTA, SMC അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. MCS ഹോസ്പിറ്റൽ, വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. മൂവാറ്റുപുഴ മുനിസിപ്പൽ തല സ്കൂൾ പ്രവേശനോത്സവം കിഴക്കേക്കര ഈസ്റ്റ് ഹൈസ്കൂളിൽ നടന്നു. മൂവാറ്റുപുഴ മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷഹന മഹിൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ മുൻ മുനിസിപ്പൽ ചെയർമാൻ മുഹമ്മദ് ബഷീർ, മുൻ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് KA അബ്ദുൾ സലാം, ജയൻ, ബിജു പുത്തൻപുര, രാജീവ്, ഹെഡ്മിസ്ട്രസ് വിജയകുമാരി എന്നിവരും മാതാപിതാക്കളും കുട്ടികളും പങ്കെടുത്തു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. മൂവാറ്റുപുഴ നഗരസഭ ബഡ് സ്കൂളിന് പുതിയ പേര് നൽകാൻ നടപടിയുടനെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി. വിപുലമായ കാര്യപരിപാടികളോടെ സ്കൂളിൽ പ്രവേശനോത്സവം ഒരുക്കി. പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ മൂവാറ്റുപുഴ നഗരസഭ ബഡ് സ്കൂളിൽ പ്രവേശനോത്സവവും വിപുലമായ കാര്യപരിപാടികളും സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. നഗരസഭ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന സ്കൂളിന് അനുയോജ്യമായ പേര് നൽകാനുള്ള നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി പറഞ്ഞു. അപ്പോൾ ഈ ബഡ് സ്കൂൾ എന്ന് പറയുന്നത്, ഈ ഒരു സ്കൂൾ, ഈ ഒരു വിദ്യാലയം എന്ന് പറയുന്നത്, അതിൻ്റെ പേര് മാറ്റണം കേട്ടോ, നല്ലൊരു പേര് കൊടുത്ത് നമ്മൾ മുമ്പോട്ട് പോകാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. ആ പേരല്ല അതിന് അഭികാമ്യമായിട്ടുള്ളൂ. അതിനുള്ള നടപടികൾ അധികം താമസിയാതെ വേണ്ടി തന്നെ നമ്മൾ ഏറ്റവും അനുയോജ്യമായ പേര് ഈ സ്ഥാപനത്തിന് നൽകിക്കൊണ്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ അതിനുള്ള നടപടികൾ സ്വീകരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ നഗരസഭ പ്രാധാന്യം കൊടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആദ്യത്തേത് ഈ സ്ഥാപനമാണ് എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നഗരസഭയുടെ ഇടപെടൽ ശക്തമായിട്ട് തന്നെ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഒരു PTA മീറ്റിംഗ് വിളിക്കാനായിട്ട് നമ്മൾ അടിയന്തരമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ PTA മീറ്റിങ്ങിൽ പാരൻസിൻ്റെ ഒരു അസോസിയേഷൻ ഉണ്ടാവും. ഒരു പാരൻസിൻ്റെ അസോസിയേഷനിൽ എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങളെ കഴിഞ്ഞും കൂടുതൽ ഒരു റിലാക്സ് ചെയ്യേണ്ടത് പാരൻസാണ്. നിങ്ങളുടെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ നിങ്ങൾ ഈ നമ്മുടെ ഷുക്കൂറൊക്കെ പറഞ്ഞതുപോലെ ഭൂമിയിലെ മാലാഖമാരാണ്. കാരണം തെരഞ്ഞെടുക്കപ്പെട്ട അപ്പനും അമ്മമാരുമാണ്. ഈ കുഞ്ഞുങ്ങളെ, ഈ മാലാഖമാരെ നിങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചപ്പോൾ അവരുടെ കാവൽ മാലാഖമാരായിട്ട് മാറാൻ നിങ്ങളല്ലാതെ മറ്റൊരാൾ അവർക്ക് പകരം വയ്ക്കാനില്ല. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CM ഷുക്കൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അബ്ദുൾ സലാം, CDS ചെയർപേഴ്സൺ ധന്യ അർജുൻ,
ബഡ് സ്കൂൾ അധ്യാപിക രമ്യ രാജ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.